ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ദാ ഇന്ന് രാവിലെ പതിവ് പോലെ അടുക്കളയിൽ നിന്നും 5:30 മണിയായപ്പോഴത്തേനും നമ്മുടെ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ജോലികളിലേക്ക് പോകാം. അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ദിവസം, നമ്മൾ സാധാരണ വീട്ടമ്മമാർ എങ്ങനെയാണോ അതുപോലുള്ള ഒരു ദിവസം. അപ്പൊ ദാ രാവിലത്തെ പ്രാർത്ഥനയും പല്ല് തേപ്പും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ കിച്ചണിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ദാ ഒരു കുഞ്ഞു ടിപ്പ് പറയട്ടെ, കുറച്ച് ക്ഷമയോടെ ചെയ്യണം. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ തൊലി പൊളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അപ്പൊ നമുക്ക് കുറച്ച് ഒന്ന് ഇതുപോലെ ചെയ്യാനായിട്ട് ഇച്ചിരി ഈസി ആയിട്ട് വിട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതാ പയ്യെ ഒന്ന് ഉരുളക്കിഴങ്ങിന്റെ തൊലി ഒന്ന് പയ്യെ ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. വട്ടത്തിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് സാധാരണ പോലെ എത്ര വിസലാണോ അതടിപ്പിക്കാം. ഞാനിവിടെ സാധാരണ ഒറ്റ വിസിലേ അടിക്കാറുള്ളൂ. പക്ഷേ ഇതിന്ന് ഇച്ചിരി വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഞാൻ 2 വിസലടിച്ചു. വേണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച പോലെ എനിക്ക് തോലെല്ലാത്തിനും പൊളിഞ്ഞു കിട്ടിയില്ല. എന്നാലും ഞാൻ ഒരെണ്ണത്തിൻ്റെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനത് കറക്റ്റായിട്ട് വേറൊരു കിച്ചൺ ടിപ്സിൻ്റെ ബ്ലോഗിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലല്ല ഇതിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി നോക്കിയാലും കാണാൻ പറ്റും. കിച്ചൺ ടിപ്സ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാനിപ്പോൾ ചെയ്തു, പക്ഷെ എൻ്റെ ധൃതി കാരണം ഇച്ചിരി ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ദാ കുക്കറിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഇന്ന് ഉരുളക്കിഴങ്ങ് കറിയാണെന്ന്. ഉരുളക്കിഴങ്ങ് കറിയും ഗോതമ്പ് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ നമുക്ക് ലഞ്ച് ബോക്സ് കൊടുത്തു വിടണം. അതേപോലെ നന്നമ്മളുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള എന്തെങ്കിലും സംഗതികളൊക്കെ കൊടുത്തു വിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ദാ കൂടുതൽ ഉണ്ടാക്കാനൊന്നും നിന്നില്ല, ഉള്ളതാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ അതൊക്കെ പുറകെ പറയാം കേട്ടോ. അപ്പൊ രാവിലെ ഇതാ വെട്ടം വെച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വെട്ടം വെച്ച് വരുന്നതിന് മുന്നേ തന്നെ അടുക്കള കയറി ജോലി എടുക്കാൻ. അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ. ഭയങ്കര വെട്ടമായിട്ട് അടുക്കള കയറി ജോലി എടുക്കുന്നതിനേക്കാൾ ഇഷ്ടം ആ ഒരു ഇരുട്ട് കണ്ടിങ്ങനെ പണിയെടുക്കില്ലേ, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് കേട്ടോ. ഒരു സമാധാനമാണ്, സമയമുണ്ട്, എനിക്ക് വേഗം ചെയ്യാൻ പറ്റും, ധൃതിയൊന്നും പിടിക്കണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതാ നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് തക്കാളിയൊക്കെ എടുത്തൊന്ന് പുറത്ത് വെക്കാം. നമ്മളപ്പോൾ ഇന്ന് ലഞ്ചിനുള്ളതും കൊണ്ടുപോകണം, ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും ഉണ്ടാക്കണം. അപ്പൊ അതെല്ലാം ചെയ്യാൻ വേണ്ടി ഞാൻ 2 തക്കാളി എടുത്ത് മാറ്റി വെച്ചിട്ടോ. പെട്ടെന്ന് ഒരു ഇച്ചിരി മീനെങ്ങാനും കൊണ്ടുവന്ന ഇച്ചിരി കറി വെക്കണമെങ്കിൽ തക്കാളി വേണ്ടേ. അപ്പൊ അതൊക്കെ മാറ്റി അപ്പൊ ഒരു തോരനും വെക്കണം, ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഒരു താളിപ്പ് കറി ഉണ്ടാക്കണം. അപ്പൊ അങ്ങനെയുള്ള ഉദ്ദേശത്തിലൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെ തലേദിവസം കിടക്കുമ്പോൾ തന്നെ മനസ്സിൽ ഓർക്കൂട്ടോ, എന്തിരിക്കേണ്ട ഫ്രിഡ്ജിൽ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തീരാറായിട്ടുണ്ടെങ്കിൽ മുൻകൂട്ടി മേടിച്ച് വെക്കും. ചില സമയത്ത് ഒന്നും ഉണ്ടാവില്ല, ഒരു തക്കാളി, ഒരു വെണ്ടയ്ക്ക അല്ലെങ്കിൽ 2 വെണ്ടയ്ക്ക ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സവാള മാത്രം ഉണ്ടാവും. അപ്പൊ വല്ല പരിപ്പ, പയറ, കടല അങ്ങനെയൊക്കെ വെച്ചൊരു സാധാരണ വീട്ടിൽ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ നമ്മുടെ വീട്ടിലോടും. നമ്മൾ സാധാരണക്കാരാണല്ലോ. അപ്പൊ അത് നമുക്ക് കറി വെക്കാൻ വേണ്ടുന്നുള്ള സംഗതികളെല്ലാം അരിഞ്ഞും പിടിച്ചൊക്കെ എടുക്കാം. അപ്പോഴേക്കും 2 വിസലായിപ്പോയി എൻ്റെ കുക്കറിൽ. ഉരുളക്കിഴങ്ങിന് അത്രയും വേണ്ടായിരുന്നു, ഞാൻ വിചാരിച്ച പോലെ അങ്ങ് വന്നില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞ കറക്റ്റായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഇത് ഡിസ്ക്രിപ്ഷനിൽ അഡീഷണൽ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതാ അങ്ങനെ രാവിലെ തന്നെ പൊട്ടപ്പൊട്ടാന്നുള്ള ഒച്ച കേട്ട് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇതാ നമ്മുടെ പറക്കും തളികയിലെ വണ്ടി പോകുന്ന പോലെ, താമരാക്ഷം വെള്ള പോകുന്ന പോലെ ഒരു വണ്ടി പോകുന്നടാ. എത്തിപ്പിടിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബസ്സോ ഓട്ടോയോ ഒന്നുമല്ല. ഓട്ടോയാണ്, പക്ഷെ കൊതുകിന് മരുന്നടിക്കുന്ന, കണ്ടോ പുക പോകുന്ന കണ്ടോ, കൊതുകിന് മരുന്നടിക്കുന്ന ആൾക്കാരാണ് പഞ്ചായത്തിൽ നിന്ന് വണ്ടിയിൽ വന്നിട്ടാണ് അടിച്ചു പോണത്. എനിക്കാണെങ്കിൽ ഈ മണം പറ്റയില്ല കേട്ടോ. ഞാനപ്പോൾ വേഗം പോയിട്ട് റൂമിലെ എല്ലാ ജനലും ചേട്ടനും മക്കളും കിടക്കണ റൂമും അടച്ചിട്ടു. നമ്മുടെ മുറിയും കിച്ചണും ഹോളും ഡോറും, ഫ്രണ്ടിലെ ഡോറും ബാക്കിലെ ഡോറും കിച്ചണിലെ ജനലും എല്ലാം ഞാൻ അടച്ചിട്ടു. ഈ മണം ഭയങ്കര ഒരു സ്മെല്ലാണ്.
അതുമല്ല കൊതുക് കൂടി അതോട്ട് കയറും. ആ പുറത്തെ കൊതുകളൊക്കെ കൂടി അതോട്ട് കയറും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ കുറച്ച് നേരം അടച്ചിട്ട് ആ മണം അങ്ങോട്ട് പോയി 2 കാറ്റ് വീശുമ്പോഴേക്കും ആ മണം അങ്ങോട്ട് പോകും. അപ്പം ഇടയ്ക്ക് ഏട്ടൻ പറയും കോർപ്പറേഷനിലും വരുന്നില്ല, അതടിച്ചിട്ട് കൊതുക് തന്നെ ചാവണില്ല, പിന്നെ നീ പേടിക്കണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും എനിക്ക് ആ ഒരു സ്മെല്ല് ഇഷ്ടമല്ല. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ജനലെല്ലാം അടച്ചിട്ടു. അപ്പം നമ്മുടെ പാചകം കണ്ടിന്യൂസ് ആണ് കേട്ടോ. അപ്പം ഈ ജനൽ ഇങ്ങനെ അടയ്ക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സോസ്റ്റ് ഫുൾ ടൈം ഓണാക്കി ഇടണം. അല്ലെങ്കിൽ ഈ മൊരിയിക്കുന്ന മണമൊക്കെ ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമല്ലോ. അപ്പം അതൊക്കെ ഓണാക്കിയിട്ടിട്ട് നമ്മുടെ ജോലികൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ തക്കാളി വാട്ടാനായിട്ടുള്ള സംഗതികളൊക്കെ നമ്മുടെ ചട്ടിയിൽ ഇട്ടിട്ടുണ്ട്. തക്കാളിയും സവാളയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നന്നായിട്ട് അത് വഴണ്ട് വരുന്നവരെ വാട്ടിയെടുക്കുക. നമുക്ക് ഇച്ചിരി പനിയൊക്കെ വരില്ലേ, അല്ലെങ്കിൽ ഒരു തൊണ്ടയ്ക്കൊരു ബുദ്ധിമുട്ട്, കഞ്ഞിയൊക്കെ കുടിക്കുന്നൊരു ഇത് വരില്ലേ, വയ്യാത്തൊരവസ്ഥ വരുമ്പോൾ. അപ്പം ഈ തക്കാളി കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തക്കാളിക്കറിയും കൂട്ടി കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചുട്ട പപ്പടവും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. ചുട്ട പപ്പടം അത്രയ്ക്ക് ഇഷ്ടമല്ല, എന്നാലും ഇതിൻ്റെ കൂടെ ആകുമ്പോഴത്തേനും കുഴപ്പമില്ല. പിന്നെ ഇതാ അങ്ങ് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് മസാല ഇട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് തക്കാളി ഇടാം, ഇളക്കി കൂട്ടാം. പിന്നെ നമ്മൾ കിച്ചണിൽ ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യം, നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അപ്പം തന്നെ തിരിച്ചു വെച്ചേക്കാം. എന്തെടുത്തോ ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അത് ആവശ്യം ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും പറ്റുന്നതാണെങ്കിൽ തിരിച്ചെടുത്ത് വെച്ചേക്കാം. അപ്പം നമുക്ക് അത്രയും അല്ലെങ്കിൽ നമ്മുടെ സ്ലാബ് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ നിരന്ന് കിടക്കും. പിന്നെ അതാ നമുക്ക് എന്താ അടുത്തത്, ഇനി ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ വിട്ടുപോയ പോലെ ആയിപ്പോയി. അത്ര അമർത്തി അങ്ങോട്ട് വരയ്ക്കുകയും വേണ്ട, 2 വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അങ്ങ് പൊളിച്ചെടുക്കാൻ പറഞ്ഞാൽ ഒരെണ്ണം എനിക്ക് കറക്റ്റായിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഒന്ന് ചൂടാറാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. തണുത്ത ശേഷം മാത്രമേ വലിക്കാവൂ, ചൂടോടെ വലിച്ചാൽ കിട്ടത്തില്ല. പിന്നെ നമുക്ക് തോരൻ വെക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ബീൻസ് എല്ലാം അരിഞ്ഞെടുക്കുകയാണ്. ബീൻസ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചീന്തി അരിയും എൻ്റെ അമ്മച്ചി. പക്ഷെ ഞാൻ അങ്ങനെ ഒരു തവണ അരിഞ്ഞിട്ട് എൻ്റെ കൈ അങ്ങ് നന്നായിട്ട് അങ്ങ് മുറിഞ്ഞു പോയി. അല്ല ശരിക്കും അങ്ങോട്ട് ബീൻസ് അരിഞ്ഞു പോണ പോലെ തന്നെ വിരലിൻ്റെ ഒരു അറ്റം അങ്ങോട്ട് ചീന്തി ഇങ്ങനെ പൊളിഞ്ഞു പോന്നു. അപ്പോൾ അതോടുകൂടി ആ പരിപാടി നിർത്തി. പിന്നെ അന്നമോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്കറിയാം എണീറ്റ് വരുന്നു. അപ്പം പുന്നാരിച്ച് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെയാണ് വിടുന്നത്. നേരം വൈകിട്ടൊക്കെയാണ് എണീറ്റ് വരുന്നെങ്കിൽ ഞാൻ വേഗം പോയിക്കോളൂ ബാത്റൂമിൽ, ഓട്ടിക്ക് ഞാൻ വഴക്കൊക്കെ പറയും. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞു വിളിച്ചപ്പോൾ തന്നെ എണ്ണീറ്റോളൂ കേട്ടോ. എന്നാലും ഇടയ്ക്കൊരു മടിയൊക്കെ വരും. പിള്ളേരല്ലേ, 10-11 വയസ്സല്ലേ ആയിട്ടുള്ളൂ. നമുക്കിപ്പോൾ തരം കിട്ടിയാൽ നമ്മൾ കിടന്നുറങ്ങില്ലേ, കൊച്ചുങ്ങളെ പറഞ്ഞിട്ട് പിന്നെ എന്ത് കാര്യം. അപ്പോൾ എന്നാലും നമ്മൾ ശീലിപ്പിക്കേണ്ട കാര്യങ്ങൾ ശീലിപ്പിക്കണമല്ലോ. അത് തന്നെ നമുക്ക് ഇങ്ങോട്ട് വിട്ട് കൊടുക്കാനും പറ്റൂല. അങ്ങോട്ട് രണ്ടും പിടിച്ചൊരവസ്ഥയാണ് നമുക്ക്. അപ്പോൾ അതവിടെ ബീൻസ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഇവിടെ നല്ല ഡ്രൈ ആയിട്ട് ഇങ്ങനെ വരണ്ട് വരണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോണം. അപ്പോഴേക്കും ഞാൻ കുറച്ച് ഉള്ളി, ഇഞ്ചിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ പൊളിച്ചത് കുറച്ചിരിക്കണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇപ്പം പൊളിച്ചതിൻ്റെ കൂട്ടത്തിൽ കൂടി കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കോഴിമുട്ട പൊളിക്കണ പോലെ പൊളിച്ച് കിട്ടും. പിന്നെ എൻ്റെ രാവിലത്തെ ധൃതി കൊണ്ടും എനിക്കിനി അങ്ങനെ സ്ട്രെയിൻ ചെയ്തല്ല ഇങ്ങനെ ഇരുന്ന് നോക്കിയിരുന്ന് പൊളിക്കാനുള്ളൊരു താമസം ഇല്ലാത്തത് കൊണ്ടും പടാന്ന് പറഞ്ഞിട്ടാണ് എനിക്കിത് ജോക്കുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ വേഗം ജോലി തീർത്ത് വിടുന്നൊരു ഏകദേശം ഒരു 10 മണിക്കല്ല 9:30 ഇറങ്ങിയാലും എനിക്ക് കറക്റ്റായിട്ട് ഹോസ്പിറ്റലിൽ തിരക്കിന് മുന്നേ എത്താൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ ജോലി ഇവന് ഫുഡ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം അതിന് മുന്നേ ഫുഡ് കൊടുത്ത് ഒക്കെ സെറ്റാക്കിയ ശേഷം വേണം ഇവനെയും കൊണ്ട് ഇറങ്ങാനായിട്ട്. 8 മണിക്ക് ഫുഡ് കൊടുക്കാൻ ഞാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ 9 മണിയാകും ഫുഡ് കൊടുത്ത് കഴിയുമ്പോൾ. അപ്പം ഞാൻ തേങ്ങയൊക്കെ പൊട്ടിച്ച് തേങ്ങാവെള്ളം കുടിക്കുകയാണ്. തേങ്ങാവെള്ളം കുടിക്കേണ്ട ഒരാൾ നല്ല ഉറക്കാണ്, അതുപോലെ ചുമയാണ്. അപ്പം തേങ്ങാവെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ അന്നമോളാണെങ്കിൽ കുളിക്കാനും കയറി. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചില്ല, ഞാൻ തന്നെ ആ തേങ്ങാ വെള്ളം കണ്ണും പൂട്ടി കുടിച്ചു. അപ്പം ഇനി കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമ്മുടെ ബീൻസിലെ വെള്ളമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള അരപ്പ് തേങ്ങയും വെളുത്തുള്ളിയും കുറച്ച് ജീരകവും ചെറിയുള്ളിയും ഒരു പച്ചമുളകും ഇത്തിരി വേപ്പല ഇട്ടോളൂ കേട്ടോ. ഞാൻ വേപ്പല ഇടാൻ മറന്നുപോയി. ഇപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കണ്ടപ്പോഴാണ് അച്ചടാ വേപ്പല ഇട്ടില്ലല്ലോ എന്ന് ഓർത്തത്. എന്നിട്ട് അങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് നമ്മുടെ ബീൻസ് വേവിച്ച് വെച്ചതിലേക്ക് ഇടുക, ഒന്ന് ഇളക്കി കൂട്ടുക. പിന്നെ ലോ ഫ്ലെയിമിലിടുന്ന അവിടെ ഇരുന്ന് വെന്തോട്ടെ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സാധാരണ താളിക്കണ പോലെ താളിച്ച് ഇങ്ങനെ എടുത്തിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് മൊരിയിച്ച് ബീൻസ് മെഴുക്ക് പുരട്ടി വെക്കണ പോലെ എടുത്തിട്ട് മുളക് പൊടി ഇടാണ്ട് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് അരപ്പിട്ടാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് കുറച്ച് നേരം അതിൻ്റെ ആ പച്ചത്തേങ്ങയുടെ മണമൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ താളിച്ചിടും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ ഇവിടെ തക്കാളി വാട്ടിയത് നല്ല അസലായിട്ട് നല്ല റെഡി മണിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഷോർട്സ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് ഈ കുറേ നേരം സംസാരിക്കുമ്പോൾ നാക്കുളുക്കുന്നേ, അതാണ് ഇടയ്ക്ക് ഒരു വെള്ളി
ചെല്ലിയൊക്കെ വീഴുന്നത്. അപ്പം ഞാൻ ഉടനെ തന്നെ ആ ഒരു തേങ്ങ ചിരണ്ടിയ സ്ഥലവും ഒക്കെ വേഗം ഒന്ന് തുടച്ചിടണം. അപ്പം നമ്മുടെ കിച്ചൺ അങ്ങ് മെനകേടാവില്ല. ഞാൻ പണ്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്കങ്ങ് ദേഷ്യം വരുന്നത് കുഞ്ഞടുക്കളയാണ്. അപ്പം അറിയില്ല, ഒരു 10-25-6 വയസ്സായപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് താമസത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ അന്തുമില്ല കുന്തുമില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. നമുക്ക് ദേഷ്യം വരും ശരിക്കും, എന്താ കാണിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്തതാണ്. നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ താങ്ങാൻ ആളുള്ളപ്പോഴാണല്ലോ തളർന്നു പോകുന്നത്. ആളില്ലെങ്കിൽ നമ്മൾ തനിയെ എല്ലാം പഠിക്കും. എൻ്റെ ലൈഫ് അതിന് വലിയൊരു പാടാണ് കേട്ടോ, പാഠമാണ് സത്യം. നമുക്ക് താങ്ങാൻ ആളുണ്ടെങ്കിൽ അമ്മ ചെയ്തോ അല്ലെങ്കിൽ അമ്മച്ചി ചെയ്തോട്ടെ അങ്ങനെ ഓർക്കും. സത്യം ഞാൻ കൊച്ചു വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയാ, അമ്മയുണ്ടല്ലോ, എനിക്കൊരു സമാധാനം, അമ്മച്ചി ഉണ്ടല്ലോ. ഇപ്പം ഇവിടെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ അമ്മ സമ്മതിക്കൂല കേട്ടോ. അമ്മയമ്മ സമ്മതിക്കുന്ന അത്രയും പോലും എൻ്റെ അമ്മ പണിയെടുക്കാതിരിക്കാൻ സമ്മതിക്കില്ല. ഇപ്പം വീട്ടിലെ അമ്മച്ചിയാണെങ്കിൽ കൊച്ചിയിലെ മനുവേട്ടൻ്റെ അമ്മയാണെങ്കിൽ പറയും കുറച്ചേരം ഇരുന്നോ മോനെ, അല്ലെങ്കിൽ ഇത്തിരി സമയം കിട്ടുമ്പോൾ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട്. പക്ഷെ എൻ്റെ അമ്മ വിടില്ല, എൻ്റെ അമ്മ സമ്മതിക്കേയില്ല. പണി എടുക്കാൻ പറഞ്ഞാൽ എടുത്ത് തീർത്ത് വീട്ടിലിരുന്നോളണം, പുറത്തിറക്കൂല. എനിക്കൊന്നും അതിലും കൂടുതൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അമ്മായിയമ്മ. സാധാരണ എല്ലായിടത്തും നേരെ തിരിച്ചല്ലേ. എനിക്ക് ഇവിടെ അങ്ങനെയാണ്, അമ്മയാണ് കുറച്ച് സ്ട്രിക്റ്റ്, അമ്മായിയമ്മ അത്രയ്ക്ക് വലിയ സ്ട്രിക്റ്റ് അല്ല. കിടന്നോന്നോ ഉച്ചയ്ക്കൊക്കെ ഞങ്ങൾ 11 മണിക്കൊക്കെ കിടന്നിട്ട് വൈകിട്ട് 6 മണിക്കൊക്കെ എണ്ണീറ്റിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? പണിയെല്ലാം വേഗം തീർക്കുവേ. 11 മണിയാകുമ്പോഴത്തേനും ചോറും കറിയൊക്കെ വെച്ച് വീടൊക്കെ അടിച്ചു തുടച്ചിട്ട് അലക്കി ഊരിയൊക്കെ വിരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അമ്മച്ചിക്കൂടി കയറി കിടന്നങ്ങ് ഉറങ്ങും. അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് 6 മണിക്കൊക്കെ എണ്ണീറ്റ ദിവസങ്ങളൊക്കെ ഉണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ. അപ്പം അങ്ങനെ പറഞ്ഞ് ഞാൻ അവിടെ കറിക്ക് താളിച്ചിട്ടു. ആ ചട്ടിയിൽ തന്നെ നമ്മളിതാ കറി വെക്കുന്നതും ഈ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവിൽ മുട്ടയും ഒക്കെ പൊട്ടിച്ചിട്ട് അവതാരം പറയുന്നതിൻ്റെ ഇടയിലൊക്കെ പറയാൻ മറന്നുപോയല്ലേ. ഗോതമ്പ് മാവിൻ്റെ കൂടെ മുട്ടയിട്ടു ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ്. നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടി കടുക് പൊട്ടിച്ച് എണ്ണയിൽ നന്നായിട്ടൊന്ന് താളിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ടാലും മതി. നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമ്മുടെ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് കുറച്ചുകൂടി ഒഴിക്കുക. ഉരുളക്കിഴങ്ങിന് എത്ര വെള്ളം ഒഴിച്ചാലുണ്ടല്ലോ കുറുകി വരും. കുറെ കോരി ഒഴിക്കാനല്ല പറയണത്, മഴയത്ത് വെച്ചോലെ ആക്കാനല്ല കേട്ടോ, ആവശ്യത്തിന് ഒഴിക്കുക. വെള്ളം ഒഴിച്ചാൽ അത് കുറുകി നമുക്ക് പറ്റിച്ചെടുത്താലും നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പം അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി അവിടെ ആയിട്ടുണ്ട്. മല്ലിയില വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഞാൻ ഇട്ടില്ല കേട്ടോ. ഉണ്ടായിരുന്നു, സത്യം പറയട്ടെ മറന്നുപോയി. ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, ജ്വരം അങ്ങനെ തലക്കിരിക്കുന്നു. പിന്നെ അന്നമോൾക്ക് ഫുഡ് ഫെസ്റ്റ് ആണ്, അപ്പം അതിനുള്ള സാധനങ്ങൾ പാകത്തിന് കൊടുത്തു വിടണം എന്നുള്ള കാര്യവും മനസ്സിലിരിക്കുന്നോണ്ടിട്ടില്ലേ കുറേ കാര്യങ്ങളൊക്കെ ഇന്ന് വിട്ടുപോയി. അപ്പം അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി പാത്രത്തിലാക്കി ചൂടോടുകൂടി അടച്ചു വയ്ക്കുകയാണ്. ഇതിങ്ങനെ നിപ്പിൽ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ തീരും കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പാത്രം കഴുകാനുണ്ടെങ്കിലോ എന്തെങ്കിലും ചോറ് കെട്ടാനുണ്ടെങ്കിലോ അപ്പം ആ ജോലിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ട് ടപടപയെന്ന് പറഞ്ഞ് അങ്ങോട്ട് കഴിഞ്ഞു പോകും. നമ്മുടെ ഒരു കണ്ണ് വേണം, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് വീശാൻ പാകത്തിനായി പോകും. ഗോതമ്പ് ദോശ മരക്കഷ്ണം പോലെ കരിഞ്ഞു പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഫുഡ് ഫെസ്റ്റ് ആണ്. അപ്പം ഇവർക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും കൂടുതലും മെസ്സേജ് അയച്ചിരിക്കണത് ഉപ്പിലിട്ട ഐറ്റംസ് കൊടുത്തു വിടാൻ പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ നമ്മൾ അന്ന് ഉപ്പിലിട്ട നെല്ലിക്ക ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇത്രയും നെല്ലിക്ക ഉപ്പിലിട്ടപ്പോൾ എന്നോട് ഇവള് പറഞ്ഞതാണ് എന്തിനാണ് അമ്മ ഇത്രയും നെല്ലിക്ക ഉപ്പിലിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തീരണ വഴി കാണൂല മോളെ. അതേപോലെ തന്നെ ഓരോന്ന് എടുത്ത് ഇങ്ങനെ തിന്നുന്നുണ്ട്. അപ്പോൾ ഒരു കുപ്പിയിലുണ്ടായിരുന്നത് മുഴുവൻ ഞാൻ ഇങ്ങനെ ഒരു ഭംഗിയുള്ളൊരു, ഞാനിതിൽ ഫ്ലാക്സ് സീഡ് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ കുപ്പിക്കകത്ത് ആക്കിയിട്ട് കൊടുത്തു വിടും. നമ്മൾ ക്ലാസ്സിലെ കൊച്ചുങ്ങൾക്ക് കൊടുത്തു വിടുമ്പോൾ മെനയ്ക്ക് കൊടുത്തു വിടണമല്ലോ. എന്നിട്ട് ഞാനിങ്ങനെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവൾ പറഞ്ഞു അമ്മ പേരെഴുതണം, ഒട്ടിച്ചതാ എന്നൊക്കെ പറഞ്ഞു. പേരെഴുതണം എന്ന് പറഞ്ഞു. ഒട്ടിച്ച് ഞാൻ ഓൾറെഡി കൊടുക്കാന്നുള്ള ധാരണയിലായിരുന്നു. അപ്പോൾ അന്ന മരിയ ജോസഫ് ഫൈസി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് മേളിൽ സെലോ ടേപ്പ് വെച്ച് വലിച്ച് മുറുക്കി ഒട്ടിച്ചിട്ടുണ്ട്. താഴെ അവളുടെ പേര് എഴുതി ക്ലാസ് സ്റ്റാൻഡേർഡും ഒക്കെ എഴുതിയിട്ട് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തോ വലിയ കാര്യം കിട്ടിയ പോലെയാണ് പോണത്. ആ പ്രായം അതാണല്ലോ, നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ. അപ്പം വേഗം പോകാനുള്ള ധൃതിയിൽ ഒരു ദോശ എടുത്തേക്കണം. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ഒരു ദോശയും കൂടി വെച്ച് കൊടുത്താണ്. ജോക്കുട്ടൻ അവിടെ കട്ടിൻ്റെ പുറത്ത് എഴുന്നേറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാൻ വിളിച്ചിട്ടില്ല. കാരണം ഇവിടെ ഇച്ചിരി തിരക്കുണ്ടല്ലോ. പിന്നെ എൻ്റെ തട്ടലും മുട്ടലൊക്കെ കേട്ടപ്പോഴത്തേനും ആളെണ്ണീറ്റ് വന്നു, പല്ലൊക്കെ തേപ്പിച്ചു. ഇതാ രണ്ടുപേരും കൂടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടി കളിക്കുന്നുണ്ട്. പിന്നെ ഇനി അന്നമോളി സ്കൂളിൽ വിടുന്ന പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഏട്ടൻ പോണ വഴി
പോണ വഴിയല്ല, ഇന്നിപ്പോൾ ആക്കിയിട്ട് വന്നിട്ടേ പോവുള്ളൂ. ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യണമല്ലോ. വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പോകും. അപ്പം ഞാനും ജോക്കുട്ടിനും മാത്രമേ ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്കുള്ളൂ. ഇനി ഏട്ടൻ വരും, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി തരും. അപ്പോൾ അത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്